الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. عباد الله، أوصيكم ونفسي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أما بعد، فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. അല്ലാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകളെ, തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് നാളെ രക്ഷപ്പെടാൻ നിശ്ചയിച്ച ഏക വ്യവസ്ഥിതി ഇസ്ലാമാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. എന്താണ് ഈ ദീൻ? വ്യവസ്ഥിതി, ജീവിത വ്യവഹാരങ്ങൾക്ക് ആവശ്യമായ പദ്ധതികൾ, അതിനാണ് ദീൻ എന്ന് പറയുന്നത്. ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്യന്തിക ലക്ഷ്യമായി കണ്ടത് മരണത്തിന് ശേഷമുള്ള ജീവിതം വിജയിക്കുക എന്നതാണ്. ഈ ഭൂമിയുടെ പുറന്തൊലിക്ക് മുകളിലുള്ള ജീവിതം വിജയിക്കുക, പരാജയപ്പെടുക, അതൊന്നും അല്ലാഹു തആല ചർച്ച ചെയ്യുന്നില്ല. ഈ ദുനിയാവിന്റെ പുറംഭാഗത്ത് നിങ്ങൾ ജീവിക്കുക, ആവശ്യങ്ങൾ അത് അല്ലാഹു പൂർത്തിയാക്കി തരാൻ ഏർപ്പാടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. അത് നിങ്ങൾ ഈ ഭൂമിയിൽ വ്യാപിച്ച് സമ്പാദിച്ചാൽ മതി. ഇദാ നുദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞത് ഫഇദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർള് വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്. ജുമുഅക്ക് വേണ്ടി വിളിക്കപ്പെട്ടാൽ ഉടൻ തന്നെ പള്ളിയിലേക്ക് പോകണം, അല്ലാഹുവിനെ ദിക്ർ ചെയ്യാൻ വേണ്ടി പോകണം. ഫസ്ഔ, ജാഗ്രത കാണിക്കണം, ഇലാ ദിക്രില്ലാഹ്. വെള്ളിയാഴ്ച ഉച്ചക്ക് ബാങ്ക് വിളി കഴിഞ്ഞാൽ കച്ചവടം ഹറാമാണ്. ആ കച്ചവടത്തിലൂടെ കിട്ടുന്ന സമ്പാദ്യവും ഹറാമാണ്. ബാങ്ക് വിളിക്കുന്നവരെ അനുവാദമുണ്ട്. ഹറാം ചില്ലറ കാര്യമല്ല. ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ സമ്പാദിക്കുന്ന സമ്പാദ്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ച സമയത്തും സന്ദർഭത്തിലും ആ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ആകുമ്പോഴേ
ഇബാദത്തായി മാറ്റാൻ പറ്റുകയുള്ളൂ. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു ഫസ്ഔ ഇലാ ദിക്രില്ല, ജാഗ്രത കാണിച്ചോളണം. ബാങ്ക് വിളിച്ചാൽ പിന്നെ ഒട്ടും താമസിക്കാൻ പാടില്ല, പള്ളിയിലെത്തിക്കൊള്ളണം. അത് ലാസ്റ്റ് ടൈമാ ബാങ്ക്, സുബഹിക്ക് ശേഷമേ പോകാൻ തുടങ്ങണം. എന്നിട്ട് ഫൈദാ ഖുദിയത്തി സ്വലാത്തു, നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ, ജുമുഅ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നീട് വാദം പറഞ്ഞുകൊണ്ടിരിക്കണ്ട. അതുകൊണ്ടാണ് ഉലമാക്കൾ ജുമുഅക്ക് ശേഷം നസീഹത്തില്ല എന്ന് പറഞ്ഞത്. ജുമുഅക്ക് ശേഷം പിന്നെ വാദം പറയലില്ല. ഇപ്പൊ 4 ഖുതുബ എങ്ങനെയാന്ന് പള്ളിയിൽ. ഒന്ന് ജുമുഅക്ക് മുമ്പുള്ള ഖുതുബ തറമ്മല്, പിന്നെ മിമ്പർമല് 2, പിന്നെ ജുമുഅ കഴിഞ്ഞിട്ടൊന്ന്, അങ്ങനെ 4 ഖുതുബ ഇപ്പം വെള്ളിയാഴ്ച. ഇസ്ലാം അനുവദിച്ചത് 2 ഖുതുബ, അത് മിമ്പറിന്റെ മുകളിൽ. ഖുതുബക്ക് മുമ്പ് വേറൊരു നസീഹത്തില്ല, ഹൽക്ക നിരോധിച്ചിട്ടുണ്ട്. ജുമുഅക്ക് മുമ്പ് പള്ളിയിൽ ദീനിയായ ഹൽക്കകൾ ഉണ്ടാകാൻ പാടില്ല എന്നാണ്. തഅലീമിന്റെ മജ്ലിസുകൾ അതുപോലെയുള്ള പരിപാടികളില്ല, ഉണ്ടാകാൻ പാടില്ല എന്നാണ്. കാരണം ജുമുഅക്ക് വേണ്ടി ഒരുങ്ങലാണ് ഏറ്റവും വലിയ ഇബാദത്ത് തഅലീമിനേക്കാൾ. ഫഇദാ ഖുദിയത്തി സ്വലാഹ്, അങ്ങനെ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ 2 ഖുതുബ 2 റക്അത്ത് നിസ്കാരം. ഷിയാക്കൾ പറയും സാധാരണ നിസ്കാരം അറബിയിലാണ്, അവിടെ ഖുതുബ അറബി തന്നെ വേണോ. പക്ഷെ ഒരു കാര്യം മനഃപൂർവ്വം അവർ മറന്നുപോകും. വിഡ്ഢികൾക്ക് അങ്ങനെയാണല്ലോ, പെരിയ ഓർമ്മയുണ്ടാവുള്ളൂ, പെരിയ മറന്നുപോകും. കാരണം ഖുതുബ കിഴക്കോട്ട് തിരിഞ്ഞിട്ടാണ്, നിസ്കാരം ഖിബിലക്ക് നേരെ തിരിഞ്ഞിട്ടാണ്. ഖത്തീബ് ഖുതുബ നിർവഹിക്കൽ ഇങ്ങോട്ട് തിരിഞ്ഞിട്ടാ. അപ്പൊ 2 റക്അത്ത് നിസ്കാരത്തിന്റെ സ്ഥാനത്താണ്. എന്ന് വെച്ചാൽ പ്രതിഫലം കിട്ടുന്ന കാര്യത്തിൽ 2 റക്അത്ത് നിസ്കാരത്തിന്റെ സ്ഥാനത്താണ്. അവിടെ 2 റക്അത്ത് നിസ്കാരം അറബിയിലാണ്, ഖുതുബ അറബിയിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഖുതുബയും പടിഞ്ഞാറോട്ട് തിരിഞ്ഞിട്ടായിരിക്കണം, കിബിലക്ക് നേരെ തിരിഞ്ഞിട്ട്. എങ്ങനെയുണ്ടാവും ഞാൻ അങ്ങോട്ട് തിരിഞ്ഞിട്ട് നിങ്ങളോട് ഖുതുബ ഓതിയാല്? വിട്ടേക്ക്. ഫഇദാ ഖുദിയത്തി സ്വലാത്തു ഫന്തശിറു ഫിൽ അർദ്, നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വേണ്ടത് എത്രയും പെട്ടെന്ന് ഭൂമിയിൽ വ്യാപിച്ചു കൊള്ളണം. ഫന്തശിറു ഫിൽ അർദ്, ഉടൻ തന്നെ കടവർന്നോളണം. ലീവില്ല വെള്ളിയാഴ്ച. ആരാ വെള്ളിയാഴ്ച ലീവാക്കിയത്? ഞായറാഴ്ച തന്നെ ആയിക്കോട്ടെ ലീവ്. അവിടെ നിന്ന് വിഭാഗീയതയും വർഗീയതൊന്നും വേണ്ട. ഞായറാഴ്ച ക്രിസ്ത്യാനികളെ ബസ് കൊണ്ട് നമുക്ക് പറ്റും, നമുക്ക് വെള്ളിയാഴ്ച ലീവ് ആക്കണം. എന്തിനു വെള്ളിയാഴ്ച ലീവ്? അള്ളാഹുവിന്റെ അടുക്കൽ അങ്ങനെ ഒരു ലീവില്ലല്ലോ വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച രാവിലെ മുതൽ ജുമഅക്കോലെ ജുമ കഴിഞ്ഞ ഉടനെ തന്നെ ജോലിക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. ഞായറാഴ്ച ഗവൺമെന്റിന്റെ ലീവ്, റെസ്റ്റ് എടുക്കാൻ നല്ല സമയമാണ്, കിടന്നുറങ്ങിക്കോ. വെള്ളിയാഴ്ച ലീവ് ഒന്നും ആക്കണ്ട, ജുമാന്റെ പേരുമായി പീടിയൊന്നും കൂട്ടണ്ട, ആ സമയത്ത് കൂട്ടിയാൽ മതി. വെള്ളിയാഴ്ച ദിവസം ജുമാന്റെ ദിവസം വിളിക്കപ്പെട്ടാൽ, ബാങ്ക് കൊടുക്കപ്പെട്ടാൽ ഫസ്സൗലാദിക്കരില്ല. എന്നിട്ട് നിങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ ഉടൻ തന്നെ പോവുക, ഭക്ഷണം വല്ലതും കഴിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? അല്ലാഹു തആല നിങ്ങൾക്ക് വേണ്ടി വിധിച്ചിരിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി വിതറിയിരിക്കുന്ന ഭക്ഷണം, നിങ്ങൾ ആവശ്യ വസ്തുക്കൾ, ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള അസ്ബാബുകൾ നിങ്ങൾ അന്വേഷിച്ചു കൊള്ളണം. ഫന്തശിറു ഫിൽ അർദ് വബ്തഗു, നിങ്ങൾ അന്വേഷിച്ചു കൊള്ളണം. മിൻ ഫദ്ലില്ലാ, അല്ലാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ തേടിക്കൊള്ളണം. നല്ല വാക്കുകളാണ്. വദ്കുറുല്ലാഹ കസീറ, ഈ സമയത്തും അല്ലാഹുവിനെ ഓർക്കാൻ മറക്കണ്ട. എന്നുവെച്ചാൽ അതിന്റെ ഇടയ്ക്ക് പോയിട്ട് ശിർക്ക് ചെയ്യണ്ട. ജുമയും കഴിഞ്ഞിട്ട് പോകും, പീഡ ഓർക്കാൻ വേണ്ടി പോകുമ്പോ അടുത്ത ജാറത്തിൽ പോയിട്ട് 2000 പൈസ ഇട്ടിട്ട് പോകണ്ട. വദ്കുറുല്ലാഹ്, അപ്പോൾ നിങ്ങൾ അല്ലാഹുവിനെ ഓർത്തോളണമെന്നാ. അപ്പൊ കച്ചവടം ചെയ്യുന്നതിനാരും തിരക്കേടില്ല, ജോലിക്ക് പോകുന്ന തിരക്കുകളില്ല, കിളക്കാനോ മരിക്കാനോ തെങ്ങോ ഉറക്കാനോ പോകുന്ന തിരക്കുകളില്ല, കടലിലേക്ക് പോകുന്ന തിരക്കുകളില്ല, എന്തായാലും തിരക്കേടില്ല. വദ്കുറുല്ലാഹ കസീറ, അത് മറക്കണ്ട. എന്തിനെന്നറിയോ? ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് ദുനിയാവിലും ജയിക്കാം ആഖിറത്തിലും ജയിക്കാം. തുഫ്ലിഹൂൻ, ഫലാഹ്, ഹയ്യ അലൽ ഫലാഹ് കേട്ടിട്ടില്ലേ? എന്താണ് അഫ്ലഹ യുഫ്ലിഹു? ഫാസ യഫൂസു, അതും ജയിക്കുന്നതിന് ഉപയോഗിക്കുന്ന വാക്ക് അറബിയിൽ. ഫാസ യഫൂസു, അഫ്ലഹ യുഫ്ലിഹു, മലയാളത്തിലെല്ലാം ഒറ്റ അർത്ഥം വെക്കുക. അതാണ് നമുക്ക് ഈ ദീൻ എന്താണെന്ന് മനസ്സിലാകാൻ കഴിയാത്തതുകൊണ്ട് ഈ മലയാളത്തിൽ ഒറ്റ വാക്കിൽ അർത്ഥം വെക്കുന്നുണ്ട്. ഫലാഹ്, അതിനും വിജയം എന്നർത്ഥം വെക്കും. ഫൗസ്, അതിനും വിജയം എന്നർത്ഥം വെക്കും. വ്യത്യാസമുണ്ട് അറബിയിൽ ഉപയോഗിക്കുമ്പോൾ. ഫലാഹ്, ദുനിയാവിലും ആഖിറത്തിലുള്ള വിജയത്തിനാണ് ഫലാഹ് ഉപയോഗിക്കുക. അതുകൊണ്ടാണ് നിസ്കാരത്തിന് വേണ്ടി വിളിക്കുന്ന വാക്ക് ഹയ്യ അലൽ ഫലാഹ് എന്നായത്, ഹയ്യ അലൽ ഫൗസ് എന്നല്ല. രണ്ടും അർത്ഥം മലയാളത്തിൽ ഒന്നാ. ഹയ്യ അലൽ ഫലാഹ്, ഹയ്യ അലൽ ഫൗസ്. അൽ ഫൗസോ ഉലൈക ഹുമുൽ ഫായിസൂൻ, ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. രണ്ടും കേട്ടിട്ടില്ലേ? ഖുർആൻ രണ്ട് പ്രയോഗമുണ്ട്. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, മുഫ്ലിഹൂൻ എന്ന് പറഞ്ഞാൽ ദുനിയാവിലും ആഖിറത്തിലും ജയിച്ചവൻ എന്നർത്ഥമായി. ഹുമുൽ ഫായിസു എന്ന് പറഞ്ഞാൽ ആഖിറത്തിൽ ജയിച്ചവൻ എന്നർത്ഥമായി.
നിങ്ങൾക്ക് ദുനിയാവിൽ ജയിക്കാനും ആഖിറത്തിൽ ജയിക്കാനും വെള്ളിയാഴ്ച എങ്ങനെയായിരിക്കണമെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു തർത്തീബ് നേരത്തെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പിന്നെ ദുനിയാവിൽ എന്താണ് ജോലി? മെയിൻ ജോലി എന്താണ് ദുനിയാവിൽ? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ. ജീവിക്കുക എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമല്ല, മറിച്ച് ജീവിക്കാനുള്ള ഒരു സബബ് മാത്രമാണ് ദുനിയാവ്. അത് നിങ്ങൾ കുറെ അധ്വാനിച്ചു എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് കുറെ വാരി പിടിക്കാനൊന്നും കഴിയില്ല. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് തൗറാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എന്താ പറഞ്ഞതെന്ന് അറിയുമോ? ഓ മൂസ, ഇദാ റളീത ബിമാ അഖ്സംതു ലക, ഇദാ റളീത ബിമാ അഖ്സംതു ലക, ജീവിത വ്യവഹാരങ്ങൾക്കായി നിനക്ക് ഞാൻ ഓഹരി വെച്ച് തന്നിരിക്കുന്ന, തീരുമാനിച്ച് പാസാക്കി തന്നിരിക്കുന്ന എന്താണോ നിന്റെ ജീവിത വിഭവത്തിന് അല്ലാഹു നിനക്ക് നിശ്ചയിച്ചത്, പെട്ടിക്കടയാണെങ്കിൽ പെട്ടിക്കട, സൂപ്പർ മാർക്കറ്റ്, കടലിലെ പോക്കാണ് കടലിലെ പോക്ക്, തെങ്ങുകളക്കാൻ പോക്കാണ് തെങ്ങുകളക്കാൻ പോക്ക്, നിന്റെ ജീവിതത്തിന് കഞ്ഞികാച്ചി കുടിക്കാൻ എന്താണോ ഞാൻ നിനക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്നത്, അതുകൊണ്ട് നീ തൃപ്തിപ്പെട്ടാൽ, ഇദാ റളീത ബിമാ അഖ്സംതു ലക, നിനക്ക് ഓഹരി വെച്ച് തന്നതുമായി നീ തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ, അറഹത്തു ഖൽബക, നിന്റെ മനസ്സ് ഞാൻ റാഹത്താക്കി തരും. ടെൻഷൻ അടിക്കേണ്ടി വരില്ല. എന്റെ അല്ലാഹു തന്നതാണ്, അത് സ്റ്റോപ്പ് ആവും, വേറത്തേക്ക് പോകാം. ആ രീതിയിൽ തന്റെ ജോലിയിൽ സംതൃപ്തരാകുക, കിട്ടിയ ജോലിയിൽ സംതൃപ്തരാകുക. എന്നാ നിന്റെ മനസ്സ് ഞാൻ റാഹത്താക്കി തരും. സൂപ്പർ മാർക്കറ്റ് 10 ഉണ്ടായിട്ട് കാര്യമില്ല, മനസ്സിലായത്തില്ലെങ്കിൽ ഒരു മണിക്കൂർ നേരെ ചൊവ്വ ഉറങ്ങാൻ കഴിയില്ല. ഓട്ടോറിക്ഷ ഓടിക്കുന്നവൻ എന്താ ചെയ്യാ? അവൻ അള്ളാഹുവിനെ പേടിക്കുന്നവൻ. അവിടെ ഞാൻ പണ്ടേ പറയാറുണ്ട്, പള്ളി ഉദ്ഘാടനം ചെയ്യാനും കട ഉദ്ഘാടനം ചെയ്യാനും ഓട്ടോറിക്ഷക്കാരനെ വിളിക്കണം, മൂമിനായ ഓട്ടോറിക്ഷക്കാരനെ. പള്ളിയിലെ കാതിനെയും കത്തിനെയും വിളിച്ചിട്ട് കാര്യമില്ല, കാരണം അത്ര ക്ലിയർ ആയിരിക്കില്ല ഇയാള്. ഈ ഓട്ടോറിക്ഷക്കാരന്റെ അത്ര ക്ലിയർ ആയിരിക്കില്ല. ഓട്ടോറിക്ഷക്കാരന്റെ കഥ എന്താണ്? അയാള് രാവിലെ ഓട്ടോറിക്ഷ ഓടിക്കാൻ വേണ്ടി മുതലാളിന്റെ അടുത്ത് പോയി രാവിലെ 8 മണിക്ക് താക്കോലും വാങ്ങി വണ്ടിയായിട്ട് പുറപ്പെടും. അയാളിങ്ങനെ പോവുകയാണ്. അപ്പോഴാണ് ഒരാൾ കൈ കിട്ടിയത്, എങ്ങോട്ട് പോകണം? ഇന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക്. ശരി, റെയിൽവേ സ്റ്റേഷനിലേക്ക്. എത്രയാ? ഇത്ര രൂപ. തീർന്നു. അത് കഴിഞ്ഞ് തിരിച്ചു പോകാൻ പറ്റിട്ട് എനിക്കൊന്ന് ചെറുക്കളത്തേക്ക് പോകണം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഉച്ചക്ക് ബാങ്ക് വെക്കുന്നത്. അപ്പൊ ജോലിക്കാരൻ ഓട്ടോറിക്ഷക്കാരൻ യാത്രക്കാരോട് ചോദിച്ചു, ബാങ്ക് വിളിച്ച് ഞാൻ ഒന്ന് നിസ്കരിച്ചിട്ട് വന്നോട്ടെ പ്ലീസ്. ആയിരിക്കാം തൃപ്തിക്കുറവ്? ഹിന്ദുക്കളാണ് ആദ്യം സമ്മതിക്കുക. നമ്മൾ പറയും അവരാ വർഗീയവാദികൾ. ഇതിന്റെ വിഷയത്തിൽ അവർ വർഗീയവാദികളല്ല. മുസ്ലിം യാത്രക്കാരനേക്കാൾ ഈ കാര്യത്തിൽ സൂക്ഷ്മത പാലിക്കുക ഹിന്ദു യാത്രക്കാരനാണ്. നമ്മളെ അനുഭവമാണ്. മുസ്ലിം യാത്രക്കാരനാണെങ്കിൽ ചിലപ്പോ നമ്മളവിടെ ഇറക്കിയിട്ട് നിൽക്കിച്ചാൽ മതി എന്ന് പറയും. അത് ആണും പറയും പെണ്ണും പറയും. എന്നിട്ട് ഈ ഉമ്മത്ത് രക്ഷപ്പെടാൻ വേണ്ടിട്ട് ലോകം മുഴുവൻ റോട്ടില്ല. ഇല്ല, അങ്ങനെ രക്ഷപ്പെടാൻ പോകുന്നില്ല ഈ ഉമ്മത്ത്. ഈ ഉമ്മത്ത് രക്ഷപ്പെടണമെങ്കിൽ കുറെ വില കൊടുക്കേണ്ടി വരും. കാരണം ഈ ഉമ്മത്ത് സഹാദത്തിലാണ് അല്ലാഹുവായിട്ട്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ഹിന്ദു സഹോദരൻ ഷഹാദത്തിലല്ല, അല്ലാഹുവായിട്ട് കരാറിലല്ല. ഇന്ന് ഭൂലോകത്ത് മതങ്ങളെ കൂട്ടത്തിൽ മുസ്ലിമീങ്ങൾ മാത്രമാണ് കൂട്ടരെ അല്ലാഹുമായിട്ട് കരാറിൽ. മറ്റുള്ള മതക്കാരും അല്ലാഹുമായിട്ട് ഷഹാദത്തിലല്ല. ഇന്ന് നിലവിലുള്ള മതങ്ങൾ 400 ചില്ലാൻ കോടി ക്രിസ്ത്യാനികളുണ്ട് ലോകത്ത്. ഇവരാരും അല്ലാഹുമായിട്ട് കരാറിലല്ല. അവർ ജനിച്ച് വീടും തന്നെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ട് കാര്യങ്ങൾ നടക്കുമെന്ന വിശ്വാസത്തിലാണ്. ബുദ്ധി വരുമ്പം തന്നെ, ജനിച്ചു വീഴുമ്പോഴല്ല, ബുദ്ധി വരുമ്പം തന്നെ. അതുകൊണ്ട് തന്നെ അവർ ഷഹാദത്തിലല്ല. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ചില സ്ഥലത്തൊക്കെ ഷഹാദത്തിലുള്ള ക്രിസ്ത്യാനികൾ ഉണ്ടെന്നാണ് അറിവ് ഇപ്പോഴും. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന ഈസാ റസൂലുള്ളാഹ്. ഈസ നബിയുടെ ശരീഅത്തനുസരിച്ച് ജീവിക്കുന്ന പ്യൂർ മുവഹിദുകളായ ക്രിസ്ത്യാനികൾ ഇപ്പോഴും ലോകത്ത് ജീവിക്കുന്നുണ്ട്. ക്രിസ്ത്യാനികൾ കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും മുശ്രിക്കുകളാണ് തെറ്റിപ്പോയത്. എന്നാൽ ഭൂരിപക്ഷം ക്രിസ്ത്യാനികളും മുശ്രിക്കീങ്ങളാണ്. കാരണം അവർ ദഅവത്ത് ചെയ്യുന്ന യേശുവിലേക്കാണ്, അല്ലാഹുവിലേക്കല്ല. മതം മാറുന്നത് യേശുവിനെ കണ്ടിട്ടാണ്, അള്ളാഹിനെ കണ്ടിട്ടല്ല. ക്രിസ്തു മതത്തിലേക്ക് ഒരാൾ മതം മാറുന്നത് യേശുവിനെ കണ്ടിട്ടാണ്, അള്ളാഹുവിനെ കണ്ടിട്ടല്ല. ഇസ്ലാമിലേക്ക് മതം മാറുന്നത് അള്ളാഹുവിനെ മാത്രം കണ്ടിട്ടാണ്, മതീശേഖങ്ങളെയും അമൃതങ്ങളെയും കണ്ടിട്ടല്ല. അതാ വ്യത്യാസം. 65 ലക്ഷം ജൂതന്മാരുണ്ട് ലോകത്ത്. ലോകത്ത് ആകെ എത്രയുള്ളൂ ജൂതന്മാർ? 65 ലക്ഷം ജൂതന്മാരേ ഉള്ളൂ ലോകത്ത്. ഭൂലോകത്ത് 1200 കോടി ജനങ്ങളുണ്ടെന്നാണ് കണക്ക്. അതിൽ 65 ലക്ഷം കഴിച്ചിട്ട് 1135 ലക്ഷം ജനങ്ങൾ ഒരു ഭാഗത്തും 65 ലക്ഷം മറുഭാഗത്തുമാണ്. എന്നിട്ട് ഒന്നും നടക്കൂല.
ജൂതൻ എന്നത് അല്ലാഹു തആല ഇസ്ലാമിന് വേണ്ടി തെരഞ്ഞെടുത്ത് തീരുമാനിച്ചു വെച്ച ശത്രുവാണ്. അത് അള്ളാന്റെ സുന്നത്താണ്. അത് അള്ളാഹ്ക്ക് മാത്രമേ മാറ്റാൻ കഴിയുള്ളൂ. വല്ലാഹി ലോകത്ത് ജൂതനെ മാറ്റിയെടുക്കാൻ ഒരു ശക്തിയെ കൊണ്ടും കഴിയില്ല. അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ. അള്ളാഹുവിന്റെ സുന്നത്തിൽപ്പെട്ടതാണ് ജൂതൻ ഖിയാമത്ത് നാൾ വരെ ശത്രുവായി നിലനിൽക്കുക എന്നുള്ളത്. കദാലിക ജഅൽനാ ലികുല്ലി നബിയിൻ അദുവൻ ശയാത്തീനൽ ഇൻസി വൽ ജിന്ന്. കദാലിക ഇപ്രകാരം ജഅൽനാ ലികുല്ലി നബിയിൻ, എല്ലാ നബിമാർക്കും നാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അടിസ്ഥാനപരമായി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അദുവൻ ശത്രുവിനെ, ശയാത്തീനൽ ഇൻസി മനുഷ്യ പിശാചുക്കളിൽ നിന്നും, വൽ ജിന്ന് ജിന്നു പിശാചുക്കളിൽ നിന്നും അടിസ്ഥാന ശത്രുവിനെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെ, ശത്രു സജീവമായതിനു ശേഷമേ അല്ലാഹു റസൂലിനെ അയച്ചിട്ടുള്ളൂ. റസൂല് വന്നപ്പോൾ ശത്രുവായതല്ല, ശത്രുവിനെ സജീവമാക്കിയിട്ടാണ് അല്ലാഹു റസൂലിനെ അയക്കുന്നത്. ചരിത്രം പരിശോധിക്കരുതോ? നൂഹ് നബി റസൂലായിട്ട് വരുമ്പോൾ 5 ജാറങ്ങൾ വെച്ചുകൊണ്ട് കോടീശ്വരന്മാരായ ജനം അന്ന് ഇറാഖ് ഭരിക്കുകയായിരുന്നു. പുരോഹിതന്മാരും അധികാരി വർഗവും 5 ജാറങ്ങളിൽ നിന്ന് കിട്ടുന്ന കോടികൾ സമ്പാദിച്ച് ജീവിക്കുമ്പോഴാണ് അവരെ നന്നാക്കാൻ നൂഹ് നബി റസൂലാക്കി അയക്കുന്നത്. അതോ നൂഹ് നബി റസൂലായി വന്നപ്പോൾ ശത്രുവായതാണോ? വല്ലാഹി അല്ല. ചരിത്രത്തെ തിരിച്ചറിയാതെ പോകരുത്. സലഫികളോടും ഞാൻ പറയുന്നതാണ്, മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ളവരോടും ഞാൻ പറയുന്നതാണ്, ചരിത്രം തിരിച്ചറിയാതെ പോകരുത്. വെറുതെ തൗഹീദ് തൗഹീദ് പറഞ്ഞ് നടന്നാൽ തൗഹീദാവൂല. അത് അടിസ്ഥാനമായി മാറണം. ആ വിഷയം അടിസ്ഥാന വിഷയമായി മാറണം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നമ്രൂദിന്റെ നേതൃത്വത്തിൽ, ഇബ്രാഹിമിന്റെ ബാപ്പയായ ആസറിന്റെ നേതൃത്വത്തിലുള്ള പുരോഹിത വർഗവും, ആസറിന്റെ നേതൃത്വത്തിലുള്ള നമ്രൂദിന്റെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയവും, പുരോഹിതന്മാരും രാഷ്ട്രീയക്കാരും കൂടി ഇറാഖിനെ അടക്കി ഭരിക്കുകയായിരുന്നു. ലക്ഷോപലക്ഷം വരുന്ന ജനങ്ങളെ അടിമകളാക്കിക്കൊണ്ട്. അത് സജീവമായതിനു ശേഷമാണ് ഇബ്രാഹിം നബി അവരിലേക്ക് റസൂലാക്കി അയക്കുന്നത്. അതോ ഇബ്രാഹിം നബി വന്നപ്പോൾ ശത്രു ആയതാണോ? എന്താണ് നിങ്ങൾ പഠിച്ചിരിക്കുന്ന ശത്രു? ചരിത്രം. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ നിയോഗിക്കുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു തആല ഫറോവായ ഈജിപ്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ബനു ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് കിബുത്തി വിഭാഗം അധികാരം ഏറ്റെടുത്തു. അങ്ങനെ കിബുത്തി രാജാക്കന്മാരുടെ രാജത്വത്തിന്റെ പേരാണ്, രാജകീയതയുടെ പേരാണ് ഫിറഔൻ. ഒരാളെ പേരല്ല അത്, ആ വർഗത്തിന്റെ പേരാണ്, നജ്ജാശി പോലെ. അങ്ങനെ അധിനിവേശക്കാരാണ് അവര്, അധിനിവേശ രാഷ്ട്രീയക്കാരാണ് അവര്. അടിസ്ഥാന വർഗം ഇസ്രായേലിയരാണ്. യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേരക്കുട്ടികൾ അവരാണ് ബനു ഇസ്രായേൽ. ഇസ്ഹാഖ് നബിന്റെ പേരക്കുട്ടികൾ. അവരിൽ നിന്ന് ഈജിപ്തിന്റെ അധികാരം തട്ടിയെടുത്ത് നൂറ്റാണ്ടുകളോളമായി പ്രവാചകന്മാരുടെ പേരക്കുട്ടികളെ അടിമകളാക്കി നിർത്തി രാജ്യം ഭരിക്കുകയായിരുന്നു ഫറോവ. അല്ലേ? അറിയാമോ? നമുക്ക് അറിയില്ലേ? ഫിറോന്റെ ചരിത്രം പറഞ്ഞു തരേണ്ടിയില്ലല്ലോ. അങ്ങനെയുള്ളൊരു ഫറോവ സാമ്രാജ്യം. നിങ്ങൾ ഫിറഔനെ സംബന്ധിച്ച് ആലോചിക്കണം. നിങ്ങളെ റബ്ബ് ഫിറഔനെ എന്ത് ചെയ്തു എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഫലസ്തീന് വേണ്ടിയിട്ട് നാം ഘോരഘോരം പ്രസംഗിക്കുമ്പോഴും മറ്റും അള്ളാഹു ചോദിച്ചൊരു ചോദ്യത്തിന് ഇവർ മറുപടി പറയണം. ഫലസ്തീൻ പ്രശ്നം ശരിയാണ്, രൂക്ഷമാണ്. പക്ഷെ സിറിയയേക്കാൾ രൂക്ഷമല്ല, പഴയകാല ഇറാനേക്കാൾ രൂക്ഷമല്ല. 1979 ശ്രീമാൻ ഖുമൈനി ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങളെ കൊന്നിട്ടാണ് ഇറാനിൽ ഈ രാജ്യം ഉണ്ടാക്കിയത്. ഇറാഖുമായിട്ട് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് സലഫികളെ കൊല്ലാൻ വേണ്ടി മാത്രമാണ്. സദ്ദാം ഹുസൈന്റെ ഇറാഖുമായിട്ട് ഖുമൈനി യുദ്ധം വെച്ചത് 8 കൊല്ലം യുദ്ധം ചെയ്തത് സലഫികളെ കൊല്ലാനാണ്, എന്നിട്ട് ഷിയ്യത്ത് സ്ഥാപിക്കാൻ. പിന്നെ അവസാനം നാം കണ്ടത് എന്താണ്? ബഷാറുൽ അസദിന്റെ കുടുംബ സ്വത്താക്കി മാറ്റി സിറിയായ 20 ലക്ഷം മുസ്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ, സലഫികളെയാണ് തീയിലിട്ട് കരിച്ചു കൊന്നത് ബഷാറുൽ അസദ്. ലക്ഷോപലക്ഷം വരുന്ന പെണ്ണുങ്ങളെയും കുഞ്ഞുങ്ങളെയും ബിൽഡിങ്ങിന്റെ ഉള്ളിൽ പൂട്ടിയിട്ടിട്ട് പുക വിട്ടിട്ട് ശ്വാസം മുട്ടിച്ചു കൊല്ലുകയായിരുന്നു ബഷാറുൽ അസദ് ചെയ്തത്. എന്തേ ഒരു പ്രതിരോധ സമ്മേളനം കാണാതിരുന്നത്? എന്തേ റോഡിൽ ആരെയും പ്രസംഗം കേൾക്കാതിരുന്നത്? അന്ന് സിറിയയെ വെച്ചുകൊണ്ടോ, ഇറാന്റെ ഷാനെ വെച്ചുകൊണ്ടോ, അതേപോലെയുള്ളവരെ വെച്ചുകൊണ്ടോ കേരളത്തിലോ ഇന്ത്യയിലോ രാഷ്ട്രീയ തമ്പുരാക്കന്മാർക്ക് ഈ പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ മാനസികാവസ്ഥയെ ചൂഷണം ചെയ്യാൻ കഴിയില്ല. അത് വെച്ചുകൊണ്ട് ഫലസ്തീൻ വെച്ച നല്ല ചരക്ക രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കാൻ. അത് തന്നെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തേ ബഷാറുൽ അസദിൽ വെച്ച് മരിച്ചു വീണ ഗർഭിണികളായ ലക്ഷക്കണക്കിന് മുസ്ലിം പെണ്ണുങ്ങൾ നമ്മളെ പങ്കന്മാരല്ലേ? ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളെ, ചോര കുഞ്ഞുങ്ങളെ തീയിലിട്ട് പഴിപ്പിച്ചു കൊന്നില്ലേ ബഷാറുൽ അസദ്?
ഇപ്പൊ എന്താ സംഭവിച്ചത്? ആർക്കും മിണ്ടാട്ടമില്ല. ബഷാറുൽ അസദ് എല്ലാം ഇട്ടിട്ട് പോയി. ഇപ്പം അഹമ്മദ് ഷെറൈന്റെ കയ്യിലാണ് ഇപ്പം സിറിയ ഉള്ളത്. ഇപ്പോൾ ആർക്കും മിണ്ടാട്ടമില്ല. ആരാണ് സിറിയ ഭരിക്കുന്നൊന്നും ആരും അറിയില്ല. സിറിയയിൽ എന്താ സംഭവിച്ചെന്ന് ഇപ്പൊ ആരും അറിയില്ല. മീഡിയകൾക്കൊന്നും ഒരു ഒച്ചപ്പാടുമില്ല. കാരണം മീഡിയകൾക്ക് ലാഭമില്ല. ഫലസ്തീൻ വെച്ച മീഡിയകൾക്ക് ലാഭമുണ്ട്. ഇത് തിരിച്ചറിയണം. ആരെന്നറിയോ? സെലഫികൾ എന്നാണ് ഞാൻ പറയുന്നത്. ഷിയാക്കൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല. കാരണം ഷിയാക്കളെ താല്പര്യമാണ് ഇറാന്റെ നേതൃത്വത്തിൽ ഒരു ലോകരാജ്യം ഉണ്ടാകുക എന്നുള്ളത്, ഒരു സാമ്രാജ്യം ഉണ്ടാകുക, ഷീഈ സാമ്രാജ്യം. അതിന്റെ നേതൃത്വം ഇറാന്. ഒട്ടും താമസിയാതെ കേരളമടക്കമുള്ള ഇന്ത്യയും ഇന്ത്യൻ മുസ്ലിമീങ്ങളും ഇറാന്റെ ഷീഈ രാജ്യത്തെ അനുകൂലിച്ചുകൊണ്ട് അടുത്ത പുതിയ നൂറ്റാണ്ടിന്റെ ബാക്കി ഭാഗത്ത് തന്നെ ഒരു ഷീഈ സാമ്രാജ്യം, പഴയകാല പേർഷ്യൻ സാമ്രാജ്യം, പഴയ പേർഷ്യയാണല്ലോ ഇപ്പോഴത്തെ ഇറാൻ. അതിനായിരിക്കാ ചരിത്രം അറിയാ? ഇങ്ങനെ ആരെങ്കിലും അങ്ങനെ അല്ല തന്നെ ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രീയ സ്ഥിതി എന്താണ്? മുസ്ലിം ഉമ്മത്തിന്റെ 1947 ഇന്ത്യക്ക് വർത്താനം ഒന്ന് പറയുമ്പോ അതിനെ കയറി പോകുന്നതാണ്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. 57, 67, 77, 87, 90 വരെയുള്ള കാലഘട്ടം, ശരീഅത്ത് സംവാദം പൊട്ടിപ്പുറപ്പെടുന്നത് വരെയുള്ള കാലഘട്ടം 1980-കൾ. ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിം സമൂഹത്തിന്റെ രാഷ്ട്രീയത്തിന്റെ രീതി എന്താണെന്നറിയുമോ? ഇവിടെയുള്ള തമ്പുരാക്കന്മാരായ രാഷ്ട്രീയ നേതാക്കന്മാര് തിരുവനന്തപുരത്തുനിന്നോ ഡൽഹിന്നോ എന്തൊക്കെയോ പറയും. ആരാന്റെ ചുമരെഴുതാൻ മാത്രം വിധിക്കപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരൻ, ആരാന്റെ ചുമരിൽ 100 വലിച്ചിട്ട് നേതാവിന്റെ വോട്ട് പിടിക്കാൻ വേണ്ടി എഴുതാൻ വിധിക്കപ്പെട്ട ചെറുപ്പക്കാരൻ, പട്ടച്ചാരായ പാർട്ടി ഓഫീസിൽ പാതിരാ നേരത്ത് പട്ടച്ചാരായും കുടിച്ച് രാഷ്ട്രീയക്കാരൻ അപ്പോസ്തലന്മാര് തീരുമാനിക്കുന്നവരെ കൊല്ലാൻ വേണ്ടി വിധിക്കപ്പെട്ട കൊലയാളി. ഇതല്ലേ മുസ്ലിം സമൂഹത്തിന്റെ രാഷ്ട്രീയ സ്ഥിതി ഇന്ത്യയില്? 1980 വരെ അതായിരുന്നില്ലേ സ്ഥിതി? കൊടി പിടിക്കാനും ചുമരെഴുതാനും മാത്രം വിധിക്കപ്പെട്ടവൻ അള്ളാന്റെ തൗഫീഖോടെ 10ാം ക്ലാസ് തോറ്റിരിക്കും. 10ാം ക്ലാസ് തോറ്റാ പിന്നെ ജോലി എവിടെയാണെന്നറിയോ? പാർട്ടി ഓഫീസില്, ഇടതു വലത് പാർട്ടി ഓഫീസില്. എന്താണ് ഓഫീസിലെ മുസ്ലിം ചെറുപ്പക്കാരൻ? അധ്യാപകത്തിന് മറ്റുള്ളവനോ? ഓൻ അമേരിക്കയിലും ലണ്ടനിലും പഠിക്കുകയാണ്. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയക്കാരന്റെ മക്കളും പഠിക്കുന്ന അമേരിക്കയില്, കോൺഗ്രസ് രാഷ്ട്രീയക്കാരന്റെ മക്കളും പഠിക്കുന്ന അമേരിക്കയില്, ലീഗുകാരന്റെ മക്കൾ മാത്രം 10ാം ക്ലാസ് തോറ്റിട്ട് അള്ളാന്റെ തൗഫീഖോടെ ആരാന്റെ ചുമരെഴുതാൻ വിധിക്കപ്പെട്ടവൻ. ആരുണ്ടാക്കി തീർത്തത്? 200-300 കൊല്ലക്കാലം കൊണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യം ഉണ്ടാക്കി തീർത്തത് അല്ലേ? ഈ സന്ദർഭത്തിൽ കുറെ മുസ്ലിം ചെറുപ്പക്കാർ കൂടിയിട്ട് റോട്ടിൽ ഇങ്ങനെ കൂടി സിന്ദാബാ സിന്ദാബാ. എന്താ സിന്ദാബാ? അങ്ങനെ തന്നെ സിന്ദാബാ. എങ്ങനെ തന്നെ എന്നാടാ നീ പറയുന്നത്? അങ്ങനെ തന്നെ എങ്ങനെ? അത് തിരുവനന്തപുരത്തുനിന്നോ ഡൽഹിന്നോ എന്റെ നേതാവ് എന്തോ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ തന്നെ. എന്താ പറഞ്ഞത് എനിക്കറിയില്ല. എന്തോ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ തന്നെ സിന്ദാബാ. ഇതായിരുന്നില്ലേ 90 വരെ കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയക്കാരുടെ സ്ഥിതി? ശരീഅത്ത് സംവാദത്തോടു കൂടിയല്ലേ മുസ്ലിമീങ്ങൾക്ക് എനിക്ക് സ്വന്തമായിട്ടൊരു അഡ്രസ് ഉണ്ട് എന്ന തിരിച്ചറിവുണ്ടായത് അല്ലേ? ഇടതുപക്ഷ രാഷ്ട്രീയക്കാർ ശരീഅത്തിനെ വോട്ടാക്കി മാറ്റാൻ മെനക്കെട്ടു. ശരീഅത്തിനെ കൊല്ലാൻ വേണ്ടി ഉപയോഗിച്ചു. വലതുപക്ഷ രാഷ്ട്രീയക്കാർ ശരീഅത്തിനെ വോട്ടാക്കി മാറ്റുകയും ചെയ്തു രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ. അതല്ലേ കേരളത്തിന്റെ രാഷ്ട്രീയ സ്ഥിതി? 1990 ബാബരി മസ്ജിദിന്റെ പ്രശ്നം വരലോടുകൂടി പ്രശ്നം രൂക്ഷമായി. ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങളെ ഉണർത്താൻ അല്ലാഹു തആല തെരഞ്ഞെടുത്തൊരു മാർഗമായിരുന്നു ബാബരി മസ്ജിദ് പ്രശ്നം അല്ലേ? ഏതുപോലെ മദീന യസ്രിബ് റസൂലുള്ളാഹി തങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ, റസൂലുള്ളാഹി തങ്ങളെ വരവേൽക്കാൻ ബുആസി യുദ്ധം പ്രഖ്യാപിച്ചു അല്ലാഹു തആല. ബുആസി യുദ്ധം, ഹർബുൽ ബുഹാസ്. അന്ന് മദീനയിൽ യസ്രിബിലുണ്ടായ 2 ഗോത്രക്കാരാണ് ഔസ് ഗോത്രക്കാരും ഖസ്റജ് ഗോത്രക്കാരും. ഔസ് ഖസ്റജ് ഗോത്രക്കാർ തമ്മിലുള്ള യുദ്ധം, 2 ഗോത്ര ഒരേ വിഭാഗത്തിൽപ്പെട്ട 2 ഗോത്രക്കാർ തമ്മിലുള്ള യുദ്ധം. റസൂലുള്ളാഹി തങ്ങൾ ഹിജ്റ പോകുന്നതിന്റെ 4 കൊല്ലം മുമ്പ്, നുബുവത്ത് കിട്ടുന്നതിന്റെ 4 കൊല്ലം മുമ്പ് ഔസ് ഖസ്റജുകാര് ഭയങ്കരമായ യുദ്ധം, ഹർബുൽ ബുഹാസ് എന്നാണ് ചരിത്രകാരന്മാര് പേരിട്ടത്. ആ യുദ്ധത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയുമോ? യമനിലുള്ള ഖസ്റജ് ഗോത്രത്തിലെയും അതേപോലെ ഔസ് ഗോത്രത്തിലെയും നേതാക്കന്മാര് മുഴുവനും ആ യുദ്ധത്തിൽ മരിച്ചു. പിന്നെ 40 വയസ്സിൽ കുറവുള്ള ചള്ളു പിള്ളറാണ് പിന്നെ യസ്രിബില് ഔസിന്റെയും ഖസ്റജിന്റെയും തലപ്പത്ത്. ഒരാളെ മാത്രം അള്ളാഹ് കൊന്നില്ല. ആരെന്നറിയുമോ? അത് ഖസ്റജ് കുടുംബത്തിൽ പ്രഗത്ഭനായ ഒരു നേതാവ് അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് ബിൻ സുലൂൽ.
പിന്നീട് അഷ്റഫുൽ ഖൽക്കിന് പകരക്കാരനായി ശത്രുമധ്യത്തിൽ വന്ന അബ്ദുല്ലാഹി ഇബ്നു സുലൂല് ഓനെ അല്ലാഹു തആല ജീവനോടെ ഇരിപ്പിച്ചു. എന്തിനെന്നറിയോ? അഷ്റഫുൽ ഖൽക്ക് മദീനത്ത് വരുമ്പോൾ രണ്ട് വിഭാഗം വേണം. അഷ്റഫുൽ ഖൽക്കിന്റെ അഭിസംബോധിതർ റസൂലുള്ളാഹി തങ്ങൾ അഭിസംബോധനം ചെയ്യുന്ന രണ്ട് വിഭാഗം, ഒന്ന് ജൂതന്മാരായിരിക്കും, മറ്റേത് മുനാഫിക്കുകളായിരിക്കും. ആ മുനാഫിക്കിന്റെ ലീഡറായി അല്ലാഹ് നേരത്തെ തീരുമാനിച്ചത് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ്. ഇതൊന്നും യാദൃച്ഛികമായി സംഭവിക്കുന്നല്ല സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം. ദീനിന്റെ അഹ്ലുകാരെ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം എന്നാ ഞാൻ ഇച്ചിരിയെങ്കിലും ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വത്തെ പറ്റി പറയുന്നവരും കേൾക്കുന്നവരും മനസ്സിലാക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഇതൊന്നും യാദൃച്ഛികമല്ല. അള്ളാഹു മനഃപൂർവ്വം കരുക്കൾ നീക്കുകയാണ്. അള്ളാഹുവിന്റെ ശൈലിയാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ 72ാമത്തെ വയസ്സിൽ ഈജിപ്തിലെ രാജാവാക്കാൻ തീരുമാനം. ആ തീരുമാനത്തിന് വേണ്ടി അള്ളാഹ് കരുക്കൾ നീക്കാൻ തുടങ്ങിയത് എപ്പാന്നറിയോ? 7ാമത്തെ വയസ്സിൽ കിനാവ് കാണിച്ചിട്ട്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം കിനാവ് കാണുന്നു. എന്നിട്ട് ബാപ്പാനോട് പോയിട്ട് പറയുന്നു, ബാപ്പ ഞാനൊരു കിനാവ് കണ്ടിട്ട് ഞാൻ സൂര്യനും ചന്ദ്രനും എനിക്ക് സുജൂദ് ചെയ്യുന്നതായിട്ട് 11 സൂര്യനും ചന്ദ്രനും എനിക്ക് സുജൂദ് ചെയ്യുന്നതായിട്ട് 11 നക്ഷത്രങ്ങൾ എനിക്ക് സുജൂദ് ചെയ്യുന്നതായിട്ട് ഞാനൊരു കിനാവ് കണ്ടു വാപ്പ. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, മോനെ യാ ബുനയ്യ ലാ തഖസ്സുസ് റുയാക. ആദ്യത്തെ ഭാര്യന്റെ മക്കളാണ് 10 പേര്, രണ്ടാം ഭാര്യന്റെ മക്കളാണ് 2 മോൻ. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമും ബിന്യാമീൻ എന്ന മോനും ഏട്ടനും അനിയനുമാണ്. അത് രണ്ടാമത്തെ ഭാര്യക്കുള്ളതാണ്. ഒന്നാമത്തെ ഭാര്യക്കുള്ളതാണ് 10 പേര്. ആ 2ഉം 10ഉം കൂട്ടിയാണ് 12 പേര്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അതിരറ്റ സ്നേഹമായിരുന്നു യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്. അതാ മറ്റു 10 മക്കളെ ഉമ്മക്ക് ഇഷ്ടമല്ല. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മ വഴിക്കുന്ന മരിച്ചു. ഈജിപ്തിലേക്ക്, കന്നാനിൽ നിന്ന് ഈജിപ്തിലേക്ക് വരുന്ന വഴിയിൽ യാത്രാമധ്യേ ബഹുമാനപ്പെട്ട യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മ മരിച്ചു. പിന്നെ ഉമ്മയില്ല. മൂത്തുമ്മാന്റെ പരിണത്തിനാണ് ജീവിച്ചു വന്നത്. ബിന്യാമീനും യൂസുഫും വളർന്നപ്പോൾ ചരിത്രം പറഞ്ഞ സമയം പോകും. ചെറിയ ഉമ്മക്ക് ഭയങ്കര ഇഷ്ടം യാക്കൂബിന്. അത് ആ മൂത്തുമ്മക്ക് ഇഷ്ടമായിരുന്നില്ല. ആദ്യത്തെ ഭാര്യക്ക് എപ്പം ബാപ്പാന്റെ അടുത്ത് തന്നെ യൂസുഫ് ഉണ്ടാവും. അത് മൂത്തുമ്മക്ക് ഇഷ്ടമല്ല. നിങ്ങൾക്ക് എന്താ വേറെ മക്കളെ എപ്പം തട്ടിക്കയറും. അങ്ങനെ ഈ സ്വപ്നം പോയിട്ട് പറഞ്ഞപ്പോൾ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, മോനെ ലാ തഖ്സസ് റുയാക അലാ ഇഖ്വതിക. നിന്റെ 10 ഏട്ടന്മാർ ഇതറിയണ്ട. ഫയകീദു ലക കൈദ. അതവര് അറിഞ്ഞു കഴിഞ്ഞാൽ നീ ബാപ്പാനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് തന്ത്രം ഉപയോഗിക്കുകയാണെന്ന് അവര് കള്ളം പറയും. അങ്ങനെ നിന്നെ എന്തെങ്കിലും കൈകാര്യം ചെയ്യാൻ മെനക്കെടും. അത് താങ്ങാൻ ഈ ബാപ്പാക്ക് കഴിയില്ല മോനെ. അവിടെ നീ ഇപ്പൊ ഒന്നും പറയണ്ട. ഇത് മൂത്തുമ്മ കേട്ടു. മൂത്തമ്മ 10 മക്കളോട് വിളിച്ചിട്ട് പറഞ്ഞു, വിഷയറിയോ ഇങ്ങനെ ഒരു വിഷയമുണ്ട്. ഇന്ന ശൈത്താൻ ലക്കും അദുവ്വുൻ മുബീൻ. ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണ്. പോട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വപ്നം മുതൽ തുടങ്ങിയ കരുക്കൾ നീക്കൽ എവിടെ എത്തിയെന്നറിയുമോ? 72ാമത്തെ വയസ്സിൽ ഈജിപ്തിലെ രാജാവാക്കാൻ അല്ലാഹു തആല ഉണ്ടാക്കി വെച്ചതായിരുന്നു ഈ സ്വപ്നം. മുതൽ അങ്ങോട്ട് ജ്യേഷ്ഠന്മാര് കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് ജ്യേഷ്ഠന്മാര് കിണറ്റിലിട്ടു. കച്ചവട സംഘം കിണറ്റിൽ നിർത്തിട്ട് ഈജിപ്തിലെ ചന്തയിൽ കൊണ്ടുപോയിട്ട് വിറ്റു. ചന്തയിൽ നിന്ന് അസീസിന്റെ ഭാര്യ വിലക്ക് വാങ്ങി. അത് കഴിഞ്ഞിട്ട് വർഷങ്ങൾക്ക് ശേഷം ബാല്യക്കാരനായപ്പോൾ ജയിലിലേക്ക് പോണ്ടി വന്നു. ജയിലിൽ കൊല്ലങ്ങളോളം ജീവിക്കേണ്ടി വന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഈജിപ്തിലേക്ക് രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് വരാൻ അള്ളാഹു ഏർപ്പാടുണ്ടാക്കി. കൊട്ടാരത്തിലേക്ക് വന്ന് രാജാവ് കണ്ട സ്വപ്നത്തിന് വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കാൻ. സ്വപ്നത്തിന് വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തപ്പോൾ അടുത്ത 14 കൊല്ലത്തെ ഭക്ഷ്യവകുപ്പ് നീ ഏറ്റെടുക്കണം യൂസുഫ്. റെഡി, ഞാൻ ഏറ്റെടുത്തോളാം എന്ന്. അവിടെ എത്തിയില്ല കാര്യങ്ങൾ. എന്താ അല്ല അറിയാണ്ടങ്ങായിപ്പോയതോ? എന്താ കൂട്ടര് മുജാഹിദുകൾ പോലും അള്ളാനെ മറന്ന് സംസാരിക്കുന്നത്? ഷിയാക്കൾ അള്ളാനെ മറന്നിട്ടേ സംസാരിക്കുള്ളൂ. അതാണ് അവരുടെ ആദർശം. അള്ളാഹുവിനെ പേടിപ്പിച്ചു നിർത്തുക, ഔലിയാക്കളെ സ്നേഹിപ്പിച്ചു നിർത്തുക, ഇത് ഷിയാക്കളെ തത്വമാണ്. അവരിപ്പോ അള്ളാനെ പറഞ്ഞ് പേടിപ്പിക്കുക ചെയ്യുക സാധാരണക്കാരെ. ഇതാന്ന് എനിക്ക് ഈ രോഗം തന്നത് അള്ളയാണ്, അത് മാറ്റാൻ ഷെയ്ഖാണ്. ഏതെങ്കിലും ഷെയ്ഖ് രോഗം തന്നിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? രോഗം മാറ്റിയതല്ലാതെ ഏതെങ്കിലും ജാറം സൂക്കേട് മാറ്റുന്ന ജാറല്ലാതെ സൂക്കേട് കൊടുക്കുന്ന ജാറം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കാരണം സൂക്കേട് കൊടുക്കുന്ന ജോലി അള്ളാഹ്ക്കുള്ളതാണ്, സൂക്കേട് മാറ്റുന്ന ജോലി തങ്ങൾക്കുള്ളതാണ്. അതുകൊണ്ട് സുഖപ്പെടുത്താൻ വേണ്ടി മാത്രമേ ജാറത്തിലേക്ക് പോവുള്ളൂ. രോഗം കൊടുക്കാൻ നിങ്ങൾ പോയിട്ട് മതിശേക്കങ്ങളെ ഞാൻ ഒരു കുത്തിവെത്ത് നേർച്ചയാക്കി ഇന്നാൾക്ക് ഒരു രോഗം കൊടുക്കണമെന്ന് പറയുന്നത് അങ്ങനെ ഒരു കുത്തിവെത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? രോഗം മാറാൻ കുത്തിവെത്ത് അല്ലാതെ രോഗം കൊടുക്കാൻ കുത്തിവെത്ത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ?
ഇതാണ് ഷിയ്യത്ത്. വിട്, ഞാൻ സലഫികളോടാണ് സംസാരിക്കുന്നത്. അതെ, കേരളം മുഴുവനുമുള്ള വ്യത്യസ്ത സലഫി ഗ്രൂപ്പുകളോട് അള്ളാഹുവിനെ മറന്നിട്ട് സംസാരിക്കരുത്. യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർദ്, മറക്കണ്ട. ആകാശം മുതൽ ഭൂമി വരെയുള്ള കാര്യങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവാണ്. സംഭവമാണ്. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് പുറപ്പെടുന്ന നേരത്ത് മദീനയിലെത്തിയപ്പോൾ ആയിഷത്തു സിദ്ദീഖ പറഞ്ഞൊരു വാക്ക് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താ ആയിഷത്തു സിദ്ദീഖ പറഞ്ഞെന്നറിയുമോ? മദീനയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് വേണ്ടി ഒരുക്കുകയായിരുന്നു ബുആസി യുദ്ധത്തിലൂടെ എന്ന്. അപ്പൊ യുദ്ധവും ചിലപ്പോൾ എന്താവും? മുഅ്മിനീങ്ങൾക്ക് ഖൈറാവും. ബുആസി യുദ്ധം, ആ യുദ്ധമാണ് അഷ്റഫുൽ ഖൽഖിനെ മദീനയിൽ ദഅവത്ത് എളുപ്പമാക്കിയത്. ഔസ് ഖസ്റജ് ഗോത്രക്കാർ അഷ്റഫുൽ ഖൽഖിന്റെ കൂട്ടാളികളാകാൻ കാരണമായത് ആ യുദ്ധമാണ്. നേതാക്കന്മാര് മുഴുവനും മരിച്ചു. പക്ഷെ അള്ളാന്റെ സുന്നത്തിൽപ്പെട്ടതാണ് ശത്രു നിലനിൽക്കുക എന്നുള്ളത്. അതിനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിവെച്ചത്. മുനാഫിക്കുകളുടെ നേതാവ് കേട്ടിട്ടുണ്ടല്ലോ. ആ മുനാഫിക്ക് അവന്റെ നേതൃത്വത്തിലായിരുന്നു പിന്നെ പ്രശ്നങ്ങൾ മുഴുവനും മദീനത്തുണ്ടായത്. ആയിഷത്തു സിദ്ദീഖിനെ ചീത്ത പറഞ്ഞത് മുഴുവൻ അടക്കമുള്ള ഗൂഢാലോചനകളുടെ പിറകിൽ പ്രവർത്തിച്ചത് ഈ ഖസ്റജ് ഗോത്രക്കാരനായ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂല. അവനെ വെച്ച് ബാക്കി എല്ലാവരും അല്ലാഹു തആല കൊന്നു. അതിന് അല്ലാഹു തെരഞ്ഞെടുത്തത് യുദ്ധമാണ്, അല്ലേ? ബാബരി മസ്ജിദ് പ്രശ്നത്തിലൂടെ ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിമുകൾക്ക് ഒരു വഴിത്തിരിവുണ്ടാക്കി കൊടുത്തില്ലേ അല്ലാഹു തആല? അതോടുകൂടി അല്ലേ കേരളത്തിലടക്കമുള്ള മുസ്ലിം ജനം ഉണർന്നത്? അബുൽ ഹസൻ അലി നദ്വിയുടെ നേതൃത്വത്തിൽ 1980 ശരീഅത്ത് സംരക്ഷണ സമിതി ഉണ്ടാക്കി. കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെ ഒരു യാത്ര. ആ യാത്ര കേരളത്തിലെത്തി. ആരായിരുന്നു സ്വീകരിച്ചത്? അവരെ സമസ്തക്കാരായിരുന്നില്ലേ സ്വീകരിച്ചത്? അന്ന് കോഴിക്കോട് നടന്ന സമ്മേളനത്തിൽ ഇ കെ അബൂബക്കർ മുസ്ലിയാരും മുജാഹിദ് നേതാക്കന്മാരും എല്ലാവരും പങ്കെടുത്തു. മുജാഹിദീങ്ങൾ ഒന്നിച്ച് കസേരയിട്ടിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് 2 ഗ്രൂപ്പ് ഉണ്ടായത്. AP ഗ്രൂപ്പ് പുറത്തുപോയത്. അതാണ് കാരണം. ഈ അബുൽ ഹസൻ അലി നദ്വിയാകുന്ന വഹാബിന്റെ ഒന്നിച്ച് കസേര വെച്ചിട്ട് ഇ കെ അബൂബക്കർ മുസ്ലിയാർ ഇരുന്നു. അതുകൊണ്ട് സുന്നിയക്ക് അത് പറ്റൂല എന്ന് പറഞ്ഞിട്ടാണ് AP ഗ്രൂപ്പ് ഉണ്ടാകുന്ന കാരണം. അങ്ങനെയാണ് എറണാകുളത്തെ സമ്മേളനം വിളിച്ചു കൂട്ടുന്നത്. ഇപ്പൊ പിന്നെ വഹാബിന്റെ ഒന്നിച്ച് മാത്രം ഏത് ചെകുത്താന്റെ ഒന്നിച്ചും കസേര വെച്ചിരിക്കാൻ ആ ഗ്രൂപ്പിന് ബുദ്ധിമുട്ടില്ല. എന്താ കാര്യം എന്നറിയോ? പണവുമായി ആളുമായി. അതുകൊണ്ട് പോട്ടെ, ചരിത്രം എന്നാലും വേണമല്ലോ പുതിയ തലമുറക്കൊരു ചരിത്രാവഹം. നമ്മൾ കൂടെ മരിച്ചു തീർന്നു കഴിഞ്ഞാൽ ഇതെല്ലാം പറയാൻ ആരാ ഉണ്ടാകുക? എല്ലാരും വിചാരിക്കുന്നത് റസൂലുള്ളാഹിന്റെ കാലത്തെ വന്നതാണെന്നാണല്ലോ, അല്ലെ? അങ്ങനല്ലേ ഷിയാക്കൾ പറയില്ലേ, നബിതങ്ങളുടെ കാലത്തെ വന്നതാണെന്ന്. അല്ല കൂട്ടരെ, അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് അങ്ങ് കാശ്മീർ തൊട്ട് ഇന്ന് കന്യാകുമാരി വരെയുള്ള മുസ്ലിമീങ്ങൾക്ക് ശരീഅത്ത് തിരിച്ചറിയാനും എനിക്ക് സ്വന്തം ഒരു അഡ്രസ് ഉണ്ട് എന്ന അഡ്രസ്സിൽ തന്നെ മുന്നോട്ട് പോകാനും സാധിച്ചില്ലേ? അതോടുകൂടിയല്ലേ ഇസ്ലാമിക നവോത്ഥാനം കേരളത്തിലടക്കം ഉണ്ടാകാൻ തുടങ്ങിയത്? ഇന്ന് കേരളത്തിൽ കാണുന്ന ഇസ്ലാമിക നവോത്ഥാനം അതില്ലാതാക്കാനല്ലേ ജൂതൻ ഷിയാക്കളെ ഉപയോഗിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്? ആ ചെറുപ്പക്കാർ ദീനുമായി ബന്ധപ്പെട്ടാൽ അപകടമാണ്. അതുകൊണ്ട് റബീഉൽ അവ്വൽ പോലെയുള്ള ആഘോഷങ്ങൾ കൊഴിപ്പിക്കാൻ ജൂതൻ നേതൃത്വം കൊടുത്തു. സയനിസ്റ്റുകൾ കോടികൾ ഇറക്കുകയും ചെയ്തു. എന്തെന്നറിയോ? അഷ്റഫുൽ ഖൽഖിനോടുള്ള അന്ധമായ മഹബത്തിനെ ഉപയോഗപ്പെടുത്തി ഇസ്ലാമിനെതിരായിട്ട് ഒരു കൂട്ടം ചെറുപ്പക്കാരെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ കൊല്ലമ്പാടിയിലെ ചെറുപ്പക്കാരടക്കമുള്ള കേരളത്തിലെ മുഴുവൻ 98% വരുന്ന ഷീഈ കുടുംബത്തിലെ ഷീഈ ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് അഷ്റഫുൽ ഖൽഖിനോടുള്ള അമിതമായ മഹബത്തിനെ ഈ പുരോഹിത വർഗം ചൂഷണം ചെയ്യുകയാണ്. ആ മഹബത്ത് നിങ്ങൾ നാളത്തേക്കുള്ള ജനക്കാക്കി മാറ്റിയെടുക്കണം, ഉണ്ടാക്കിയെടുക്കണം, നാളത്തേക്കുള്ള ഒരുക്കമാക്കി മാറ്റിയെടുക്കണം. അതിൽ നിങ്ങൾ ഇസ്ലാമിനെയും മുസ്ലിമിനെയും പഠിക്കണമെന്ന് നാം പറയുന്നത് കൊണ്ടാണ്. ചുരുക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാലഘട്ടത്തിലും ദീനുൽ ഇസ്ലാമിന്റെ അഹ്ലുകാർക്ക് ശത്രുക്കളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ശത്രുക്കളെ ഇല്ലാതാക്കാൻ ലോകത്തൊരു കുട്ടിക്കും കഴിയില്ല. മുഹമ്മദി ഉമ്മത്തിന്റെ അടിസ്ഥാന ശത്രു ജൂതന്മാരാണ്. മുഹമ്മദി ഉമ്മത്തിന്റെ അടിസ്ഥാന ശത്രു ജൂതന്മാരാണ്. അള്ളാഹുവിന്റെ ആദർശപരമായി ഇസ്ലാമിക സമൂഹത്തിന്റെ നേരെ, പ്രവാചക പുങ്കവന്മാർക്ക് നേരെയുള്ള അടിസ്ഥാന ശത്രു ജൂതന്മാരാണ്. ആയിരക്കണക്കിന് നബിമാരെ അവർ കൊന്നിട്ടുണ്ട്. ആയിരക്കണക്കിന് മുർസലീങ്ങളെ അവർ കൊന്നിട്ടുണ്ട്. ലക്ഷക്കണക്കിന് വരുന്ന മുസ്ലിമീങ്ങളെയും ക്രിസ്ത്യാനികളെയും അവർ കൊന്നൊടുക്കിയിട്ടുണ്ട്. അത് ലോകത്ത് ഇല്ലാതാക്കാൻ ഒരു വഴിയുമില്ല, അള്ളാഹു തീരുമാനിച്ച അസ്ബാബുകൾ നടപ്പിലാക്കാനല്ലാതെ. ദജ്ജാൽ വരുന്ന സന്ദർഭത്തിൽ ഇറാനിൽ നിന്ന് 75,000-ഓളം ജൂതന്മാരായിരിക്കും ദജ്ജാലിനെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു റസൂലുള്ളാഹി തങ്ങൾ, ഇല്ലേ? ഖുറാസാനെ സംബന്ധിച്ചും ഇസ്ബഹാനെ സംബന്ധിച്ചും അഷ്റഫുൽ ഖൽഖ് സംസാരിച്ചിട്ടില്ല. അത് ഇറാന്റെ ഭാഗമല്ലേ? 75,000 ജൂതന്മാര്
ആരായിരിക്കും 75,000 ജൂതൻ എന്ന് ഉദ്ദേശിച്ചത്? അന്ന് ജൂതന്മാരെയുള്ളൂ, ഷിയാക്കളില്ല. ജൂതന്മാരുടെ ഭൂരിപക്ഷവും ഇന്നത്തെ ഇറാനിയൻ ഷിയാക്കളായിരിക്കും ദജ്ജാലിന്റെ പിറകെ കൂടുക. ദജ്ജാലിനെ കൊല്ലാൻ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം വരുമ്പോൾ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ എതിർപക്ഷത്തുള്ള ആദ്യത്തെ ശക്തി ജൂതന്മാരാണ്, അല്ലേ? ഡമസ്കസിൽ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിറങ്ങുമ്പോൾ ജൂതന്മാരായിരിക്കും ശത്രുക്കൾ. ആ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ജൂതന്മാര് പല തന്ത്രങ്ങളും ദജ്ജാൽ ഉണ്ടാക്കി കൊടുക്കും. ഇസ്രായേലിലെ ഗർഖദ് മരമടക്കം അള്ളാന്റെ റസൂലിന്റെ വചനത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ജൂതന്മാര് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഗർഖദ് മതത്തിന്റെ പിറകിലായിരിക്കും ജൂതന്മാർ അന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒളിക്കുക. അല്ലാഹു അക്ബർ. അന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അന്ന് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിലുള്ള മുഅ്മിനീങ്ങളുടെ സലഫിപ്പട ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിലുള്ള സലഫിപ്പട ജൂതനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിട്ട് പോകുമ്പോൾ ജൂതൻ ഒരു മരത്തിന്റെ പിറകിൽ ഒളിക്കും. ആ മരം വിളിച്ചു പറയും, യാ മുസ്ലിം വറാഇ യഹൂദിയുൻ ഫഖ്തുൽഹു. ഓ മുസ്ലിം, എന്റെ പിറകിൽ ഒരു ജൂതൻ ഒളിച്ചിരിപ്പുണ്ട്, അവനെ ധൈര്യമായിട്ട് വന്ന് കൊന്നോളൂ എന്ന് മരം വിളിച്ചു പറയും. കരണ്ടേ കാലം നിങ്ങൾ ഒരയാള് റോട്ടുമെന്ന് വരച്ചാലൊന്നും സംഭവം നടക്കൂല. ഇസ്രായേലി ജൂതൻ അള്ളാന്റെ ശരീഅത്തുമായി ബന്ധപ്പെട്ട ശത്രുവാണ്. അത് അള്ളാഹ് തന്നെ നശിപ്പിക്കണം. നിങ്ങൾ കുറച്ച് ആൾക്കാർ കഷ്ടം തുണി കൊടുത്തിട്ട് റോട്ടിലൂടെ ആണിനെയും പെണ്ണിനെയും കൂട്ടിട്ട് സിന്ദാബാദ് വിളിച്ചാലൊന്നും ഇറാന് ഷിയാക്കൾ ജൂതന്മാരെ ഒരു ചുക്കും ചെയ്യാൻ കൊണ്ട് കഴിയില്ല. ഇന്ത്യ രാജ്യത്തെ 30 കോടി മുസ്ലിമീങ്ങൾ ഇരിക്കട്ടെ, ലോകത്തുള്ള 310 കോടി 320 കോടി മുസ്ലിമീങ്ങൾ വിചാരിച്ചാലും സാധിക്കൂല. ഒറ്റ വഴിയേ ഉള്ളൂ. എന്താണ് വഴി? അബൂബക്കർ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ ഫലസ്തീന്റെ താക്കോൽ കൊടുക്കാൻ അല്ലാഹു എന്തൊരു സുന്നത്താണോ നടപ്പിലാക്കിയത്, ആ സുന്നത്ത് ലോകാടിസ്ഥാനത്ത് നടപ്പിലാക്കണം, മിഡിൽ ഈസ്റ്റ് അടക്കം. അതുകൊണ്ട് തന്നെ ഒരു യുദ്ധമോ എന്തെങ്കിലും തരത്തിലുള്ള എതിർപ്പോ ഇല്ലാതെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഗേഹം മുഹമ്മദി ഉമ്മത്തിന്റെ കയ്യിലെത്തി. അല്ലാഹുവിന്റെ ഒരു ഷർത്തുണ്ട്, മിഡിൽ ഈസ്റ്റിലെ മുസ്ലിമീങ്ങൾ മുവഹിദുകളാകുക എന്നത്. മിഡിൽ ഈസ്റ്റിലെ മുസ്ലിമീങ്ങൾ മുവഹിദായി ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് അബൂബക്കർ സിദ്ദീഖ് ഉമർ റളിയല്ലാഹുവിന്റെ കയ്യിലേക്ക് റോമിലെ രാജാവ് താക്കോൽ കൊടുത്തത്. ഫലസ്തീന്റെ ബൈത്തുൽ മുഖദ്ദസിന്റെ അഷ്റഫുൽ ഖൽഖിന്റെ കാലത്ത് കൊടുത്തില്ല, അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്ത് കൊടുത്തില്ല, അങ്ങോട്ട് കയറ്റിയില്ല. അതെ, അബൂബക്കർ സിദ്ദീഖിന്റെ കാലവും കൂടി കഴിഞ്ഞു. അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്താണ് മുർത്തദ്ദുകളെ, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവർ, ഇസ്ലാമിൽ നിന്ന് ഷഹാദത്ത് ബാത്തിലാക്കി പോയവർ, മുസൈലിമത്തുൽ കദ്ദാബ് പോലെയുള്ള ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ കാഫിരീങ്ങളായ ജനങ്ങളെ മുഴുവനും കൊന്നൊടുക്കി, ഇസ്ലാമിനെ ശുദ്ധിയാക്കി, ഇസ്ലാമിന്റെ ഉള്ളകത്തുള്ള ശത്രുവിനെ കൊന്നൊടുക്കി എന്നാ പറഞ്ഞത്. മതക്കാരെ കൊന്നൊടുക്കി എന്നല്ല, ഷഹാദത്ത് ബാത്തിലാക്കിയവരെ. അതുകൊണ്ടാണ് നാം ആവർത്തിച്ച് പറഞ്ഞു, ഇവിടുത്തെ ഹിന്ദുക്കൾ ഷഹാദത്ത് ബാത്തിലാക്കിയവരല്ല, ക്രിസ്ത്യാനികളിൽ ഷഹാദത്ത് ബാത്തിലാക്കിയവരല്ല, നിരീശ്വരവാദികളും ഷഹാദത്ത് ബാത്തിലാക്കിയവരല്ല, ഹിന്ദുക്കളും ഷഹാദത്തിലല്ല. നേരെമറിച്ച് ഷിയാക്കൾ ഷഹാദത്ത് ബാത്തിലാക്കിയവരാണ്. അവരെ പള്ളിയിൽ നിന്നും അവർ വിളിക്കും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ജാറത്തിൽ പോയിട്ട് ഷഹാദത്തിനെ ബാത്തിലാക്കും. അവരെ പള്ളിയിൽ നിന്ന് അവർ വിളിക്കും അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. തരീഖത്തിലും ശൈഖിന്റെ അടുത്തും പോയിട്ട് ആ ഷഹാദത്ത് അവർ ബാത്തിലാക്കും. അവരോടാണ് അല്ലാഹു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വികാരമാണ്, നാം ആ വികാരം അംഗീകരിക്കുന്നു. ഫലസ്തീനിലെ കുഞ്ഞു കുട്ടികൾ മരിച്ചു തീരുമ്പോൾ ഉണ്ടായ ഒരു വികാരം, അത് രാഷ്ട്രീയക്കാർ ഉപയോഗപ്പെടുത്തുന്നു എന്ന കാര്യം വേറെ. ആ വികാരം ശമിപ്പിക്കാൻ ഒരു സൊല്യൂഷൻ വേണം. ഈ പറയുന്ന പ്രകടനക്കാർക്കൊന്നും സൊല്യൂഷൻ ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയാനില്ല. ഇന്ത്യ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളെ, പ്രത്യേകിച്ചിട്ട് കേരളത്തിലെ മുസ്ലിം ബഹുജനങ്ങളെ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയക്കാർ റോഡിലിറക്കിയിട്ട് പ്രസംഗിക്കുമ്പോഴും നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഒന്നിക്കൽ ഇങ്ങനെ പറ, നമുക്ക് എല്ലാവർക്കും പോകാം ഫലസ്തീനിലേക്ക്. എങ്ങനെ പറ? തയ്യാറാണ് ഈ മുസൽമാൻ? തയ്യാറാക്കി നേതൃത്വം തയ്യാറാവ്. ഈ സംഘടനയും രാഷ്ട്രീയ സംഘടനയും മതസംഘടനയും നേതൃത്വം പറ, നമുക്ക് പോകാം ഫലസ്തീനിലേക്ക്. ആരാ തയ്യാറാകാത്തത്? ജൂതനോട് യുദ്ധം ചെയ്യാൻ. പക്ഷെ ഒരു ഫലവും ചെയ്യില്ല, മരിച്ചു തീരാന്നല്ലാതെ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ. അഷ്റഫുൽ ഖൽഖിന്റെ ഉമ്മത്തിന്റെ കയ്യിലേക്ക് ഫലസ്തീനെ ഏൽപ്പിക്കാൻ അല്ലാഹു തീരുമാനിച്ചിരിക്കുന്ന ഒറ്റ സൊല്യൂഷൻ എന്താണത്? ഒന്നാമതായി മിഡിൽ ഈസ്റ്റിലെ ജനങ്ങൾ മുവഹിദുകളാകുക. ആയിരക്കണക്കിന് വരുന്ന ജാറങ്ങളെ തച്ചുടച്ച് ഫലസ്തീൻ അടക്കമുള്ള മുസ്ലിമീങ്ങൾ മുസ്ലിമീങ്ങളാകുക. തീർച്ച ഈ ഇസ്രായേലി ജൂതൻ രണ്ട് കൈയും കൂപ്പി താക്കോല് തരുന്ന കാലം വിദൂരമല്ല. ബൈത്തുൽ മുഖദ്ദസിന്റെ താക്കോൽ ഇത് നിങ്ങളതാണെന്നും പറഞ്ഞു. അഷ്റഫുൽ ഖൽഖ് തൗഹീദ് സ്ഥാപിച്ചു, ഫലസ്തീൻ വിട്ടുകൊടുത്തില്ല. അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്ത് ഒരു ശുദ്ധികലശം നടക്കാനുണ്ട്, ആ ശുദ്ധികലശവും നടന്നു. മഹാനായ ഖത്താബിന്റെ മകൻ ഉമർ, അല്ലാഹു അക്ബർ,
ആ ഉമർ റളിയല്ലാഹുവിന്റെ കാലം വന്നപ്പോഴേക്കും മിഡിൽ ഈസ്റ്റ് മുഴുവനും തൗഹീദിന്റെ വക്താക്കളായി. പേർഷ്യ അടക്കമുള്ള ഇസ്ലാമിന്റെ രാജ്യമായി. അയില്ലേ ബഹുമാനപ്പെട്ട മുസന്നബ് ഇബ്നു ഹാരിസത്തു ശൈബാനി റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ ഇമാം അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ പേർഷ്യയിലേക്ക് അയച്ചു. ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു നേരത്തെ അബൂബക്കർ സിദ്ദീഖ് അയച്ചതാണ് അവരെ. ആ സമയത്താണ് അബൂബക്കർ സിദ്ദീഖ് വഫാത്താകുന്നത്. പിന്നെ ഖലീഫയാണ് ഉമർ റളിയല്ലാഹു അൻഹു. യുദ്ധമില്ലാതെ പേർഷ്യൻ സൈന്യം മുസന്നബ് ബിൻ ഹാരിസത്തു ശൈബാനിക്ക് കീഴടങ്ങി. അത് ഗനീമത്തുമായിട്ട് തിരിച്ചു വന്നു. യുദ്ധം നടന്നില്ല. ഇവിടെയാണ് പേർഷ്യക്കാരും റോമക്കാരും ഇസ്ലാമിനെ പേടിക്കുന്നത്. അപ്പോൾ റോമക്കാർക്ക് തോന്നിയ അപകടമാണ്. ഉമറെങ്ങാനും പടയെടുത്ത് റോമിലേക്ക് വന്നാൽ അപകടമാണ്. അതിനു മുമ്പേ ഉമറിനെ തൃപ്തിപ്പെടുത്താം. ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് താക്കോൽ കൊടുക്കാം. അങ്ങല്ലേ റളിയല്ലാഹു വിളിച്ചു വരുത്തിയത്? അങ്ങല്ലേ വിളിച്ചു വരുത്തിട്ട് ബഹുമാനപ്പെട്ട റളിയല്ലാഹുവിന്റെ കയ്യിൽ താക്കോൽ കൊടുക്കുന്നത്? ഇതേപോലെ കേരളത്തിലെ മുസ്ലിമീങ്ങൾ ഇന്ന് ചെയ്യേണ്ടത് നാം മുവഹ്ഹിദുകളാകുക. ജാറങ്ങളുമായിട്ടുള്ള സകല ബന്ധങ്ങളും അവസാനിക്കുക. ജാറങ്ങൾ അടച്ചുപൂട്ടുക. അതാണ് ഏറ്റവും വലിയ ജിഹാദ്. ഷഹാദത്ത് മനസ്സിലാക്കി അമൽ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരങ്ങളെ, സഹോദരിമാരെ, പറഞ്ഞു വന്നത് അല്ലാഹുവിന്റെ അടുക്കൽ അംഗീകരിക്കപ്പെട്ട ദീൻ ഇസ്ലാമാണ്. വേറെ ഒരു പദ്ധതി കൊണ്ട് ലോകത്ത് മുസ്ലിമീങ്ങൾക്ക് ജയിക്കാൻ കഴിയില്ല. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് ജയിക്കാനും രക്ഷപ്പെടാനുമുള്ള ദീൻ ഇസ്ലാമാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന. ഇസ്ലാം അല്ലാത്തൊരു വ്യവസ്ഥിതി അനുസരിച്ച്, അത് ജനാധിപത്യമാവാം, മതേതരത്വമാവാം, കമ്മ്യൂണിസമാവാം, സോഷ്യലിസമാവാം, സയണിസമാവാം, നാസിസമാവാം, ഫാസിസമാവാം, എന്തിസോ ആവട്ടെ. ഇസം മീൻസ് ദീൻ. ദീനിന്റെ ആ ഇസത്തിന്റെ അറബിയിലെ വാചകമാണ് ദീൻ. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീന. ഇസ്ലാം അല്ലാത്തൊരു ദീനിനെ മുമ്പിൽ കണ്ടുകൊണ്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ, അതുകൊണ്ട് രക്ഷപ്പെടാമെന്നാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ, ഫലൻ യുഖ്ബല മിൻഹു, അത് അല്ലാഹ് അവന്റെ അർശിൽ അംഗീകരിക്കുന്ന പ്രശ്നമില്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ദുനിയാവിൽ അതിന് ഖബൂലിയത്തില്ല, അതിന്റെ നാശം അനുഭവിക്കേണ്ടി വരും. ആഖിറത്തിലാവട്ടെ അവർ കാലാകാലം പരാജയപ്പെട്ടവരുമായിരിക്കും. അടുക്കള തൊട്ട് അങ്ങാടി വരെ, അങ്ങാടി തൊട്ട് അന്താരാഷ്ട്രം വരെ, ഭൂമി തൊട്ട് ആകാശം വരെ ഒരു മുസ്ലിം അവന്റെ ദീൻ ഇസ്ലാമായിരിക്കണം. അതിനുള്ളതാണ് ഷഹാദ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കമുള്ള മുർസലീങ്ങൾ ദഅവത്ത് തുടങ്ങുന്നത് സീറോവിൽ തുടങ്ങുന്നത് തന്നെ ശിർക്കിനെ ഒഴിവാക്കണമെന്നും തൗഹീദ് നിലനിർത്തണമെന്നും പറഞ്ഞുകൊണ്ടാണ്. നമ്മൾ പറഞ്ഞു വന്ന സംഭവങ്ങൾ അതല്ലേ? ശൈബാൻ ഗോത്രക്കാരുമായിട്ട് അഷ്റഫുൽ ഖൽഖ് നടത്തിയ സംഭാഷണത്തിൽ അവരെ ഏതാണ്ടൊക്കെ ഇസ്ലാമിന്റെ പടിവാതിൽക്കലേക്ക് നിൽക്കുകയാണ്. കാരണം ദീനുൽ ഇസ്ലാം പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപിത ലക്ഷ്യങ്ങളാണ് അഷ്റഫുൽ ഖൽഖ് വായിച്ചു കൊടുക്കുന്നത്. ബൈബിൾ ഓതി കൊടുക്കുകയല്ല, രാമായണം വായിച്ചു കൊടുക്കുകയും ചെയ്യില്ല. ബൈബിൾ ഓതിയിട്ടും രാമായണം വായിച്ചിട്ടും ശിർക്ക്, തൗഹീദ് പ്രബോധനം അത് ഇസ്ലാമിനെ ചേർന്നതല്ല, ഇസ്ലാമിന്റെ ഇസ്സത്തിന് ചേർന്നതല്ല. ഏത് വിഭാഗത്തോടും തൗഹീദ് പറയുമ്പോൾ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ, അന്ന് ബനു ആമിർ സഅലബത്ത് ബിൻ ശൈബാനി ഗോത്രക്കാരുമായി മിനായിൽ വെച്ച് സംസാരിക്കുന്ന സന്ദർഭത്തിൽ അഷ്റഫുൽ ഖൽഖിന്റെ വാക്ക് മഫ്രൂഖ് ബിൻ അംറിന് വല്ലാതെ ഇഷ്ടമായി. അയാളാണ് ശൈബാൻ ഗോത്രത്തിന്റെ ലീഡർ. ആ ഇഷ്ടമായപ്പോൾ ഞാൻ നിങ്ങളടുത്ത് വന്നിരിക്കുന്നത് അതൂക്കും, നിങ്ങളെ ഞാൻ ദഅവത്ത് ചെയ്യുന്നത് അല്ലാഹു മാത്രമാണെന്നും വലാ തുശ്രികൂ ബിഹി, അല്ലാഹുമായിട്ട് ഒരു തരത്തിൽ ഒരു പാർട്ണറേയും വെക്കരുതെന്നും, വഅന്നി മുഹമ്മദുൻ അബ്ദുല്ലാഹി വറസൂലു, ഞാൻ മുഹമ്മദ് അല്ലാഹുവിന്റെ അടിമയും റസൂലുമാണ്. ഇത് പറയാനാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. ഇത് നിങ്ങൾ അംഗീകരിക്കണം. എന്നിട്ട് ഈ തത്വത്തിന് വേണ്ടി നിങ്ങൾ ജീവിക്കണം. ഒപ്പം ഞങ്ങൾക്കൊരു അഭയവും നിങ്ങൾ തരണം, ഞങ്ങളെ സഹായിക്കണം. രാഷ്ട്രീയമായ സഹായം,
ജനകീയമായ സഹായം ഞങ്ങൾക്കിപ്പോൾ ആരുമില്ല. ആരാ പറയുന്നത്? അഷ്റഫുൽ ഖൽഖ് മിനായി പോയിട്ട് ഗോത്രക്കാരോട്, മക്കയിലെ പ്രഗൽഭ ഗോത്രക്കാരോട് അവരാ സന്ദർഭത്തിൽ ചോദിച്ചത് മഫ്റൂഖ് ബിൻ അംർ, മുഹമ്മദ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും നല്ലൊരു വാക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? അപ്പോഴാണ് അഷ്റഫുൽ ഖൽഖ് ആയത്തോതി കൊടുക്കുന്നത്, വത്തലു അലൈഹിം തആലൗ ഖുൽ തആലൗ അത്ലു അലൈക്കും മാ ഹറമ റബ്ബുക്കും അലൈക്കും എന്ന് പറഞ്ഞിട്ട് ആയത്തോതി കൊടുക്കുന്ന ഒന്നാമത്തെ വിഷയം എന്താണ്? അല്ലാ തുശ്രികൂ ബിഹി ശൈആ, ശിർക്ക് ചെയ്യാൻ പാടില്ല. ലാ ഇലാഹ അവിടെ ഇല്ലല്ല അള്ളാഹു പറയുന്നത്. കാരണം എന്താണ്? സൈബാൻ ഗോത്രക്കാർക്ക് അള്ളാഹിനെ നന്നായിട്ട് അറിയാം, അള്ളാഹ് റബ്ബാണെന്നറിയാം, അള്ളാഹുവിനെ അംഗീകരിച്ച് ജീവിക്കുന്നവരാണ് ശൈബാൻ ഗോത്രക്കാർ. ഞാൻ പറഞ്ഞു വന്നത് അവിടെ രണ്ടാമത് റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, മുഹമ്മദ് എത്ര നല്ല മഹാസിനുൽ അഖ്ലാഖിലേക്കും അതേപോലെ തന്നെയുള്ള അമലുകളിലേക്കുമാണ്, എത്ര നല്ല സ്വഭാവത്തിലേക്കും എത്ര നല്ല അമലുകളിലേക്കുമാണ് മുഹമ്മദ് പറയുന്നത്. ഇനിയും കുറച്ച് എന്തെങ്കിലും പറഞ്ഞതാ മുഹമ്മദ്. അവർക്ക് ആവേശം കയറി. സാധാരണക്കാർക്ക് ആവേശം കയറും, പുരോഹിതന്മാര് വിടൂല. സാധാരണക്കാരുടെ സെൽഫിയത്ത് തൗഹീദ് പ്രശ്നം കേട്ടാൽ അവനക്ക് തോന്നും ഇതന്നെയാണ് ഹക്ക് എന്ന്. പിന്നെ പോയാൽ ഉമർ റളിയല്ലാഹുവിന്റെ മാതിരിയാണ്. പറഞ്ഞു വരാനിരിക്കുന്നു നമുക്ക് സംഭവങ്ങൾ കുറെ, ഓരോന്ന് പറയുമ്പോൾ ഓരോന്ന് ഓർമ്മ വരില്ല. റസൂലുള്ളാഹി തങ്ങൾ രണ്ടാമത് ഓതിക്കൊടുത്തത് എന്താ അറിയോ? ഇന്നല്ലാഹ യഅമുറുക്കും ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഈതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഅിദുക്കും ലഅല്ലക്കും തദക്കറൂൻ. രണ്ടാമത് ഓതിക്കൊടുത്ത ആയത്ത് അതാ. എന്താണ് അവിടെ? ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, യഅമുറുക്കും നിങ്ങളോട് കൽപ്പിക്കുന്നത് ബിൽ അദ്ലി, നീതി വേണമെന്നാണ്. എന്താണ് നീതി? അല്ലാഹുവിന്റെ വഹദാനിയത്ത് അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നീതി. ബിൽ അദ്ലി വൽ ഇഹ്സാൻ, നന്മ ചെയ്യണം. അത് മഖ്ലൂക്കിനോട് നന്മ ചെയ്യാൻ തൗഹീദിന്റെ ഭാഗമാണ് മഖ്ലൂക്കിന് നന്മ ചെയ്യുക എന്നുള്ളത്. വഈതാഇ ദിൽ ഖുർബാ, ബന്ധുക്കൾക്കും കുടുംബങ്ങൾക്കും ആവശ്യമുള്ള വസ്തുക്കൾ സംഘടിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ കുടുംബ ബന്ധം നിലനിർത്തണം, മാനുഷിക ആവശ്യങ്ങൾ. വയൻഹാ അനിൽ ഫഹ്ശാ, ഫഹ്ശായിനെ തൊട്ട് അല്ലാഹു നിരോധിക്കുന്നുണ്ട്. വൽ മുൻകർ, നിഷിദ്ധ കാര്യങ്ങളെയും നിരോധിക്കുന്നുണ്ട്. എന്നിട്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്ത് പൂർത്തിയാക്കി, യഅിദുക്കും ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നവരാകാൻ വേണ്ടി അല്ലാഹു നിങ്ങളെ ഉപദേശിക്കുകയാണ്. ഓ, ശൈബാൻ ഗോത്രക്കാർക്ക് വല്ലാത്ത ഹരമായി, ഇപ്പൊ തന്നെ ഇസ്ലാം സ്വീകരിക്കണമെന്നായി. അപ്പോഴാണ് മുസന്നബ് ബിൻ ഹാരിസ് ശൈബാൻ ഒരു ഡിമാൻഡ് വെച്ചത്, പേർഷ്യക്കാരെ നിങ്ങൾ രാഷ്ട്രീയമായി അംഗീകരിക്കുകയാണെങ്കിൽ നിങ്ങളൊക്കെ നമ്മൾ കൂടാം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും ഡിമാൻഡ് വെച്ചുകൊണ്ടുള്ള ഇസ്ലാം അത് അല്ലാഹു തആല അംഗീകരിക്കുകയില്ല. തീർന്നില്ലേ? ഡിമാൻഡിന് അംഗീകരിച്ചു കൊടുത്തിട്ട് ഇസ്ലാമിനെ ഓഹരി വെക്കണ്ട. തൗഹീദ് പ്യൂറാണ്, ഒരു ഡിമാൻഡും ഇല്ല, ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല, ഒരു തരത്തിലുള്ള സെറ്റിൽമെന്റും ഇല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. തുടർന്ന് ഇനിയുണ്ട് സംഭവങ്ങൾ. അഷ്റഫുൽ ദഅവത്തിന്റെ ഭാഗം നമുക്ക് മനസ്സിലാക്കാൻ. അതുകൊണ്ട് ഞാൻ ആദ്യമായും അവസാനമായും പറയട്ടെ, എന്റെ നഫ്സോടും നിങ്ങളോടും, ഷഹാദത്ത് ബാത്തിലാക്കാതെ സൂക്ഷിച്ചോളിൻ. അല്ലാഹുവിന്റെ മുമ്പിൽ രാജാവായിട്ട് നമുക്ക് അല്ലാഹുവിനെ കണ്ടുമുട്ടാം ഇൻഷാ അല്ലാഹ്. ألا وصلوا وسلموا على النبي المصطفى والرسول على النبي المصطفى والرسول المرتضى. وقال مخبرا وآمرا إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم على رسولك سيدنا محمد وعلى آل محمد كما صليت وباركت على آل إبراهيم إنك حميد مجيد. اللهم ارض عن خلفائه الراشدين المهديين أبي بكر وعمر وعثمان وعلي رضي الله عنهم وعن سائر الصحابة والقرابة كلهم أجمعين وارض عنا معهم برحمتك يا أرحم الراحمين. اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم انصر الإسلام والمسلمين، اللهم انصر الإسلام والمسلمين، اللهم ألف بين قلوب المسلمين الموحدين، اللهم أصلح ذات بينهم يا رب العالمين. اللهم أذل الشرك والمشركين وأذل الكفر والكافرين وأذل الإلحاد والملحدين. اللهم شتت شملهم وفرق جمعهم وقل عددهم وخالف بين كلماتهم وزلزل أقدامهم وخرب ديارهم ومزقهم كل ممزق يا رب العالمين.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات اللهم إنك مجيب الدعوات وقاضي الحاجات طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم اللهم أصلحنا وأصلح أئمتنا وأمتنا وولاتنا وولاة أمورنا واجعل أمورنا بأيدي خيارنا حتى يقودنا إلى الخير من هو خير منا اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وصلى الله على خير خلقه محمد وآله وصحبه أجمعين والحمد لله رب العالمين.